മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൗലുൽ കൗസറിലെ വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയാ കൊടുക്കണം. ഹൗലുൽ കൗസറിലെ വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോരിയാ കൊടുക്കണം, എല്ലാവരുടെ കയ്യിലാ കൊടുക്കണം. ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുത്തു. ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അള്ളാന്റെ പ്രവാചകൻ ഹൗലുൽ കൗസറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഏത് സഹാബിയുടെ വായിലാ ഒഴിച്ചു കൊടുക്കും? ആർക്കെങ്കിലും അറിയും? ആർക്കെങ്കിലും അറിയും? ഒറ്റ സഹാബിയുടെ, അറിയണവരെന്ന് കൈവക്കി. ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ, എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ മുമ്പിൽ. ചിലരൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഓരോ സഹാബത്തിന്റെ മുഖത്തും എല്ലാവരും വളരെ അത്ഭുതത്തോടെ ആരുടെ വായിലായിരിക്കും പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്റെ പ്രിയമുള്ളവരെ, ആ അവസരത്തിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ ആരുടെ വായിലാണ് ഹൗലുൽ കൗസറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രമേ പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കൂ ഹൗലുൽ കൗസറിൽ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിൽ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിൽ കയറി ഇരിക്കാനുള്ള മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിൽ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണമെന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഉത്ബത്തും ശൈബത്തും അതാ മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി ചാട്ടപാറ കൊണ്ടടിച്ചുകൊണ്ട് ഉപദ്രവിക്കുകയാണ്. ബിലാൽ പറയുന്നു, നബിയേ എന്നെ സഹായിക്കണേ നബിയേ, എന്നെ രക്ഷിക്കണേ നബിയേ. ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് ളുഹർ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നിട്ട് തന്റെ യജമാനനോട് വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. എനിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് യാചിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോഴതാ ഉത്ബത്ത് കടന്നു പോവുകയാണ്. തന്റെ യജമാനൻ കടന്നു പോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് കടന്നു പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് തന്റെ കൈവെക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിലാലേ ശമിക്കു ബിലാലേ, നീ ഇതൊന്ന് കുടിക്കു ബിലാലേ. നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം എല്ലാവരുടെയും കയ്യിൽ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ബിലാലേ, ഇന്ന് നീ ശമിച്ചു കഴിഞ്ഞാൽ നിന്റെ വായിലേക്ക് ഞാൻ വെള്ളമൊഴിച്ചു തരാ ബിലാലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ സയ്യിദിനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കുതിരയുടെ മൂത്രം അങ്ങോട്ട് കുടിച്ചോ എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായാൽ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന്, നിനക്ക് ചേരാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം ഏതാ?
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. എന്റെ പ്രിയമുള്ളവരെ, ഈ പള്ളം നിവാസികളുണ്ടല്ലോ, എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുകയാണ്. എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ മുന്നിലിരിക്കുന്ന എത്ര പേർക്ക് ആ തഹജ്ജുദ് നിസ്കാരമുള്ളത് നിത്യമായി നമുക്കുണ്ടാവും? റമളാൻ മാസമൊക്കെ എത്തുമ്പോൾ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കും. അത് കഴിയുമ്പോൾ കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു അത്രേ, നബിയെ, എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട്, ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. എന്നെ അവരിഷ്ടപ്പെടുന്നു, അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എന്റെ മുന്നിലേക്കൊന്ന് വരാൻ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നബിയെ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയെ. ഇങ്ങനെ ചില അടിമകളുണ്ട്. ഈ പള്ളത്തുള്ള എന്റെ പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാഹു വല്ലാത്ത ഇഷ്ടമാ. നിങ്ങൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കണ്ണ് നിറയുന്നത് അള്ളാഹന് ഇഷ്ടമല്ല. നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോകും. അങ്ങനെ ചില അടിമകൾ, അവരാരാണെന്നറിയൂ? മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ പടച്ചവനോട് ചോദിച്ചു, നബിയെ, അല്ലാഹുവേ, ആരാ ഒന്ന് പറഞ്ഞു തരൂ, അവരാരാ ഒന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ചവൻ പറഞ്ഞു കൊടുത്തില്ല. ആ അവസരത്തിൽ അള്ളാന്റെ റസൂല് ചോദിച്ചു, അല്ലാഹുവേ, അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരും. നീ സ്നേഹിക്കുന്ന പള്ളത്ത് നീ സ്നേഹിക്കുന്ന ആ വിശിഷ്ട വ്യക്തികൾക്കുള്ള അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞതാ പടച്ചവനെ. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, അവർക്ക് 3 അടയാളമാണുള്ളത്. പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് 3 അടയാളമാണ്. അതിലൊന്നാമത്തെ അടയാളം ഏതെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. നബിയേ, പള്ളം നിവാസികളെല്ലാം പാതിരാത്രിയുടെ നിശബ്ദതയില് തണുപ്പുള്ള രാത്രിയിലതാ പുതപ്പിന്റെ അടിയിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോൾ നബിയേ, ഒന്നാനാകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ, ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ. ആ അവസരത്തിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നബിയേ. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അവരെ അല്ലാഹു സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മജ്ലിസിൽ ഇരിക്കുന്ന നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആരെങ്കിലും തഹജ്ജുദ് നിസ്കാരം നിത്യമായിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചോ, അല്ലാഹ് നിന്നെ സ്നേഹിക്കുന്നു, അതിന്റെ അടയാളമാത്. അല്ലാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.